ക്രിസ്തുമസ് മനുഷ്യന്റെ നിലവിളിക്കുള്ള ഉത്തരമാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് ഒരിക്കലും ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടാവരുത്. ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. എല്ലാവർക്കും ഉണ്ണീശോയുടെ പിറവി തിരുനാൾ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യരക്ഷകന്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസിന്റെ പ്രാധാന്യം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുമസ് മനുഷ്യന്റെ നിലവിളിക്കുള്ള ഉത്തരമാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് ഒരിക്കലും ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടാവരുത്. കാരണം വർഷങ്ങളോളം ലോകം ഈ രക്ഷന് വേണ്ടി കാത്തിരുന്നതാണ്. തിരുവചനം പറയുന്നു, സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. യേശുവിന് ജനിക്കാൻ ഹൃദയത്തിൽ ഒരു ഇടം സമ്മാനിക്കാൻ ഉള്ളതാണ് ക്രിസ്തുമസ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് മഹത്വം നൽകാം. ദൈവം എവിടെയോ മറിഞ്ഞിരിക്കുന്നവനല്ല, നമ്മുടെ കൂടെയാണ്. ഇമ്മാനുവേലാണ്. അതാണ് മനുഷ്യാവതാരം. കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. മനുഷ്യത്വത്തിന് ദൈവത്വവുമായും ദൈവത്തിന് മനുഷ്യനുമായും എത്രമാത്രം അടുക്കാൻ ആകുമെന്ന സത്യം ഈശോ തന്നെ മനുഷ്യാവതാരത്തിലൂടെ പഠിപ്പിക്കുന്നു. നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ നാം പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. അത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ശൂന്യവൽക്കരണത്തിന്റെ ദിനമാണ് ഈ മനുഷ്യാവതാരം. ഈ ക്രിസ്തുമസ് അവരെ പോലെ നമുക്ക് ശൂന്യവൽക്കരിക്കാം, എളിമ ഉള്ളവരാകാം.